തമിഴ്നാടിന് ഒരു വർഷങ്ങളായിട്ട് ഡീക്കേഡുകളായിട്ട് അല്ലെങ്കിൽ 10-50 വർഷത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ദ്രാവിഡിയൻ ഒരു കൾച്ചറും അതിൻ്റെ പൊളിറ്റിക്സും അതിൻ്റെ ഭാഗമായിട്ട് മാറിയ ഒരു തമിഴ്നാടിൻ്റെ കൾച്ചറുണ്ട്. അതിനകത്ത് DMK വരുന്നു, AIDMK വരുന്നു, ഫിലിം സ്റ്റാർ വരുന്നു, അവര് വരുന്നു, ഇവര് വരുന്നു. പക്ഷെ അതിനെ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും ഈ ദ്രാവിഡിയൻ കൾച്ചറിന് വരാൻ പോകുന്ന 50 വർഷവും കാര്യമായിട്ടൊരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിൽ തന്നെ തമിഴ്നാട് മുന്നോട്ട് പോകും. അത് ഇന്ത്യയുടെ മറ്റുള്ള കൾച്ചറുമായിട്ട് വളരെ വ്യത്യസ്തമാണ് ദ്രാവിഡിയൻ കൾച്ചർ. അത് ഈ പറയുന്ന BJPക്കും പറയുന്നൊരു സംഭവമുണ്ട്. ദ്രാവിഡിയൻ പൊളിറ്റിക്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് BJPക്ക് തമിഴ്നാട്ടിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാത്തത്. അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്. അതിൻ്റെ അത് ഹിന്ദി കയറി വരാൻ സമ്മതിക്കത്തില്ല, സംസ്കൃതം കയറാൻ സമ്മതിക്കത്തില്ല. അവർ പറയുന്ന തമിഴ് എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്, അവരുടെ ലാംഗ്വേജിൻ്റെ പാർട്ടാണ്. അതിൻ്റെ അകത്ത് ഹിന്ദിയോ മറ്റുള്ള ഒരു സാധനം കയറത്തില്ല. അവർ ഇംഗ്ലീഷ് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് തമിഴ് ദ്രാവിഡിയൻ കൾച്ചറിൻ്റെ പുതിയ ഭാവം എന്ന് പറയുന്നത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 1 മാസം മുമ്പ് TVK വിജയ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ഫെലിക്സുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് ഫെലിക്സ് പറഞ്ഞത് എന്താണ് സംഭവിക്കാൻ പോകുന്ന ദ്രാവിഡിയൻ ഈ തമിഴ്നാട്ടിലെ ഇലക്ഷനിൽ അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നില്ല. പക്ഷെ അയാൾ പറഞ്ഞു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഏകദേശം 18 മുതൽ 40 വരെ പ്രായമുള്ള ആളുകൾക്ക് ഇപ്പൊ ഈ AIDMK ഇതിനെ അങ്ങ് മടുത്തു. കാരണം ഹൈലി കറപ്റ്റഡ് ആണ്. അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, അതിനിടയ്ക്കോട്ട് കയറാൻ വേണ്ടി മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടി സിനിമാക്കാരും ഒക്കെ ശ്രമിച്ചു. ഇപ്പം വിജയകാന്തിൻ്റെ പാർട്ടി ശ്രമിച്ചു. അവർ ചെറിയ രീതിയിൽ ഓളം ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ എന്ന് മുതൽ അയാൾ അസുഖത്തിലായി, പാർട്ടിയും പോയി, അയാളും പോയി, അതോടുകൂടി അതങ്ങ് തീർന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന വലിയ നായകൻ തന്നെയാണ് കമലഹാസൻ. അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി, അതെവിടെ പോയെന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം പിന്നീട് അയാൾ രാജ്യസഭ MP ആയി DMKയുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്തു. കഴിഞ്ഞ 5 വർഷം സ്റ്റാലിൻ ഭരിച്ചു.